ലോകമതങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സർവേ നടത്തുന്ന ഒരു സംഘമാണ് പ്യൂ റിസർച്ച് സെൻറ്റർ. അവർ ലോകമതങ്ങളുടെ ഭാവി 2050 ആകുമ്പോഴേക്കും എന്താകും എന്ന് നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നു, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കും, അവർ ലോകത്തെ 1ാം സ്ഥാനത്തേക്ക് എത്തും. പക്ഷേ ചിലയിടങ്ങളിൽ അവരുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു വരും. അതായത് ഏഷ്യ പസഫിക് മേഖലയിൽ മുസ്ലിം ജനസംഖ്യ വലിയ രീതിയിൽ കുറയും എന്നാണ് പറയുന്നത്. 2010 61.7% മുസ്ലിം ജനസംഖ്യ 2050 ആകുമ്പോഴേക്കും 52.8% യൂറോപ്പിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത, അവരുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 15.1%. അത് 34% ഉയരും എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി 2050 മാറും എന്ന് പറയുന്നു. 31 കോടിയായിരിക്കും മുസ്ലിം ജനസംഖ്യയുടെ എണ്ണം. അവർ ഈ രാജ്യത്തെ മുഴുവൻ ജനസംഖ്യയുടെ 18 to 20% എത്തും എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ജനസംഖ്യയുടെ 77% ഹിന്ദുക്കളായിരിക്കും ഇന്ത്യയിൽ എന്ന് പറയുന്നു. ക്രിസ്ത്യൻ ജനസംഖ്യയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുകയില്ല എങ്കിലും അവർ 2ാം സ്ഥാനത്ത് എത്തും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ക്രിസ്ത്യൻ മതവിഭാഗമാണ് ലോകത്തെ 1ാമത് നിൽക്കുന്ന മതം. അത് 2ാമതേക്ക് എത്തും. മുസ്ലിം മതം 1ാമത് എത്തും. അതിനവർ പറയുന്ന പ്രധാന കാരണം ജനന നിരക്കാണ്. മുസ്ലിം സമുദായത്തിനിടയിൽ, ആ മതത്തിനിടയിൽ ഉണ്ടാകുന്ന ജനന നിരക്കാണ് ഇതിന് കാരണം എന്ന് പറയുന്നു. ഏതായാലും 2050 എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.